ഹലോ ഓൾ, വെൽക്കം ടു മൈ മെൻറ്റർ പി എസ് സി ആപ്പ്. 2025 പി എസ് സിയുടെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. അതായത് 2024 ഏറ്റവും ഒടുവിൽ വന്ന 31-ാം തീയതി വന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തി എന്നാണ് ഈ അടുത്ത വർഷം എങ്ങനെയാണ് പി എസ് സി ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, SI ഒക്കെ ഉൾപ്പെടുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്സ്, ആ ലിങ്കുകളൊക്കെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ഓപ്പൺ ആണ്. അതുമായി ബന്ധപ്പെടുന്ന സിലബസും ഡേറ്റും ഒക്കെ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യം നമ്മുടെ പ്രിലിംസ് എക്സാം ആണ് അല്ലേ. നമ്മുടെ ഡിഗ്രി ലെവലിന് 2 സ്റ്റേജസ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് പ്രിലിംസ് എക്സാം ആണ്. 2025 മെയ് മുതൽ ജൂലൈ വരെയാണ് നിലവിലെ ആനുവൽ കലണ്ടർ പ്രകാരം പി എസ് സി ആ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. പ്രിലിമിനറി എക്സാം 2025 മെയ് മുതൽ ജൂലൈ മാസം വരെയാണ് നടത്തുന്നത്. അതായത് നമുക്കിനി ഏകദേശം 4 മാസം പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 4 മാസമാണ്. ഈ 4 മാസം കൊണ്ട് നമ്മൾ കൃത്യമായി പഠിച്ച് പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൈ മെൻറ്റർ പി എസ് സി ആപ്പിൽ പ്രിലിമിനറി എക്സാമിനായിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ടുള്ള 2ാമത്തെ ബാച്ച് ജനുവരി 1 തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരം ആയിട്ട് ക്ലാസ്സുകൾ ലഭിക്കുന്നു. അതിന് കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് 749 രൂപയാണ്. ആ 749 രൂപ അടച്ച് 1 ടൈം പേയ്മെൻ്റ് ആയിട്ട് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. 4 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രിലിമിനറി എക്സാം മുഴുവൻ, പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് 2025 മെയ് മുതൽ ജൂലൈ മാസം വരെയാണ് നടത്തുന്നത്. അതിനുശേഷമാണ് മെയിൻസ് എക്സാം വരുന്നത്. മെയിൻസ് എക്സാം 2025 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ, 2025 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് മെയിൻസിൻ്റെ ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ പി എസ് സി ആ ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ഏതൊക്കെ എക്സാമുകളാണ്. പ്രിലിമിനറി എക്സാം എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ്. അതിൽ ഏതൊക്കെ എക്സാമുകളാണ് ഈ ഒരു പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനുവൽ കലണ്ടറിൽ പി എസ് സി കൃത്യമായി പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ഓഡിറ്റർ എക്സാം ഉണ്ട്, അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടും. പിന്നെ SI സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആ എക്സാം ട്രെയിനി ആയിട്ടുള്ളതുമുണ്ട്. അതുപോലെ തന്നെ ആംഡ് ബറ്റാലിയൻ്റെയും ഉണ്ട്. ഇത് രണ്ടും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ, കുറച്ച് NCA പോസ്റ്റുകളൊക്കെ ഓൾറെഡി പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെടുന്ന എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റ്, അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ഇത്രയും കാറ്റഗറിയാണ് നിലവിൽ നമ്മുടെ ഇന്നലെ വന്ന 2025 ആനുവൽ കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമുകൾ എന്ന് പറയുന്നത്. ഇത്രയും പോസ്റ്റുകളാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ പി എസ് സിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ലിങ്ക് ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് എക്സാമുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റർ എക്സാം ആണ് കേട്ടോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. പേര് വരുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നായിരിക്കും നിങ്ങൾക്ക് പ്രൊഫൈൽ ആ ഒരു പേര് കാണാൻ പറ്റുന്നത്. കാറ്റഗറി നമ്പർ 576/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് അസിസ്റ്റന്റ് ഓഡിറ്റർ എക്സാം വരുന്നത്. അടുത്തത് നമ്മുടെ SI പോസ്റ്റാണ്. SI ട്രെയിനിയും ഉണ്ട്. അതുപോലെ തന്നെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുമുണ്ട്. അതിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് 508 മുതൽ 2024, 508/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറാണ്. അടുത്തത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ്. അതിൻ്റെ കാറ്റഗറി 510/2024 ആണ്. ഈ SI പോസ്റ്റുകൾക്ക് രണ്ട് കാറ്റഗറി, ഓപ്പൺ കാറ്റഗറി ഉണ്ട്, അല്ലാതെ മറ്റ് കാറ്റഗറികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ഇതിൽ വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 508, അതുപോലെ തന്നെ 510/2024 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓൾറെഡി നമ്മുടെ പ്രൊഫൈലൊക്കെ ആക്റ്റീവാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ ഏജ് ലിമിറ്റ്, അസിസ്റ്റന്റ് ഓഡിറ്റർ എക്സാമുകൾ ജനറൽ പി എസ് സിയിൽ വരുന്ന ഡിഗ്രി ലെവലിന് പ്രധാനപ്പെട്ട സാധാരണ എല്ലാ എക്സാമുകളിലും വരുന്നത് 18 മുതൽ 36 എന്ന് പറയുന്ന ഒരു ഏജ് ലിമിറ്റാണ് വരുന്നത്. ഇതിൽ SI പോസ്റ്റുകൾക്ക് വരുമ്പോൾ 20 മുതൽ 31 വയസ്സ് വരെയാണ്. ഓക്കെ, 20 മുതൽ 31 വയസ്സ് വരെയുള്ള ഒരു ഏജാണ് വരുന്നത്, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിൽ 18 മുതൽ 36 എന്ന് പറയുമ്പോൾ 1988-നും 1/1/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റ് ഏജ് റിലാക്സേഷനുകളൊക്കെ തന്നെ അതിനകത്ത് പി എസ് സി പറയുന്ന പി എസ് സിയുടെ റൂൾസ് പ്രകാരമുള്ള റിലാക്സേഷൻസ് ഒക്കെ ലഭിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഈ പറയുന്ന ഇപ്പോൾ നിലവിലുള്ള ആക്റ്റീവായിട്ടുള്ള നോട്ടിഫിക്കേഷൻസിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 29/1/2025 ആണ്. അതായത് ഈ മാസം 29 വരെ, അർദ്ധരാത്രി വരെയാണ് നമുക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയും വേഗം പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് ഏതാണോ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ളത് അതൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അസിസ്റ്റൻ്റ് ഓഡിറ്റർ എക്സാം, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാമിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അസിസ്റ്റൻ്റ് ഓഡിറ്റർ എക്സാം. അതുമായി ബന്ധപ്പെട്ട് PSC നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 3 എക്സാം, പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂവും ആ ഒരു എക്സാമിന് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു സിലബസും എക്സാമും സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്ന്, ആദ്യം തന്നെ പ്രിലിമിനറി എക്സാം ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു ഡേറ്റ് ഒക്കെ വന്നിട്ടുള്ളത് പ്രിലിമിനറി എക്സാം ആണ്. പ്രിലിമിനറി എക്സാമിന് ഒരു പേപ്പർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള 100 മാർക്കിനുള്ള ഒരു പേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് 1 മണിക്കൂർ 15 മിനിറ്റ് സമയമായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിലിമിനറി എക്സാം സാധാരണ നമ്മൾ ഇതിന് മുന്നേ എഴുതിയുള്ളവർക്ക് അറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയായിരിക്കും എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. എത്ര മാർക്കാണ്? 100 മാർക്കിനായിരിക്കും ആ ഒരു പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. പ്രിലിമിനറി എക്സാമിന് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്? മെയിൻസ് പരീക്ഷ വരുന്നത്. മെയിൻസ് പരീക്ഷയെ പറ്റി പറയുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് ഇത്തവണ 2 പേപ്പറുകളുണ്ട്. ഓൾറെഡി PSC നമ്മളോട് വിജ്ഞാപനം വഴി പറഞ്ഞിട്ടുണ്ട് നേരത്തെ നിങ്ങൾക്ക് 2 പേപ്പറുകളായിരിക്കും ഉണ്ടാവുന്നത്. അത് രണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പേഴ്സ് ആയിരിക്കും. ഒന്ന് 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള അത്രയും സമയം നമുക്ക് ടൈം ഉണ്ടായിരിക്കും ആ ഒരു എക്സാമിന്. 100 മാർക്കിനുള്ള 2 പരീക്ഷകളായിരിക്കും. അതിൻ്റെ സിലബസും PSC ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സിലബസ് നോക്കണം. അതിനുശേഷം മെയിൻസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. 20 മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂവിന്. 20 മാർക്കിന് ഇൻ്റർവ്യൂവും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പറയുന്ന അസിസ്റ്റൻ്റ് ഓഡിറ്റർ എക്സാമിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുക. അതിൽ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആണ്. നിങ്ങൾ ആ എക്സാം പാസ്സാകുക. അതിനുശേഷം നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷ, മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കുകൾ എടുത്തുകൊണ്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്നത് നമ്മുടെ സിലബസിൽ ഉണ്ടാകിയ ഒരു മാറ്റമാണ്. മുൻ വർഷങ്ങളെക്കാട്ടിൽ സിലബസിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, സബ്ജക്റ്റുകൾ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പുതിയ അഡീഷനായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ അസിസ്റ്റൻ്റ് ഓഡിറ്റർ എക്സാം എന്ന് പറയുന്ന എക്സാം സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. അതിൽ സിലബസിലേക്ക് പറയുമ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷകളുടെ സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പ്രിലിംസ് പരീക്ഷ ഇതുവരെ നടക്കുന്ന പ്രിലിംസ് എക്സാമിൻ്റെ ഒക്കെ അതേ രീതിയിൽ തന്നെയായിരിക്കും പോകുന്നത്. നമുക്ക് സബ്ജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ നോളേജിനകത്ത് ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, കമ്പ്യൂട്ടർ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാത്സ്, മെൻ്റൽ എബിലിറ്റി, റീസണിങ്, ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. അത് മലയാളവും കന്നഡവും തമിഴ്. അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മളോട് പ്രൊഫൈൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ PSC നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും മാത്സ്, ജനറൽ ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ ആ ഒരു റീജിയണൽ ലാംഗ്വേജ് ഉൾപ്പെടുന്ന 50 മാർക്കിൻ്റെ ആ ഒരു പാർട്ട് ഉണ്ടാവും. ബാക്കിയുള്ള ജനറൽ നോളേജ് എന്ന് പറയുന്ന സെക്ഷൻ ഒരു 50 മാർക്ക്. ഇങ്ങനെ മൊത്തം 100 മാർക്കിനായിരിക്കും നമ്മുടെ പ്രിലിംസ് പരീക്ഷ നടത്താൻ പോകുന്നത്. ഓൾറെഡി എല്ലാ ഡിഗ്രി പ്രിലിംസും നടക്കുന്ന അതേ ഒരു പാറ്റേൺ ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിക്ക് നമുക്ക് 10 മാർക്ക് ഉണ്ട്. അതിൽ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി വരുന്നുണ്ട്. ജോഗ്രഫിയും അതുപോലെ തന്നെയാണ്, വേൾഡും വരുന്നുണ്ട്, ഇന്ത്യ വരുന്നുണ്ട്, കേരള വരുന്നുണ്ട്. അവിടെ 5 മാർക്കാണ്. എക്കണോമിക്സിന് 5 മാർക്ക്, സിവിക്സിന് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്. ഇവിടെ 10 മാർക്കിനുള്ളൊരു ടോപ്പിക്കാണ് ഏത്? കല, സംസ്കാരം, കായികം എന്ന് പറയുന്ന ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അത് നമ്മുടെ പ്രിലിംസിന് 10 മാർക്ക് വരുന്നുണ്ട്. പിന്നുള്ള കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല. സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നത്. അത് 5 മാർക്കിന്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രിലിംസ് എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം പ്രിലിംസ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആ എക്സാമിന് ക്വാളിഫൈ ആയി എന്നുള്ളതാണ്. പിന്നീടുള്ളത് മെയിൻസ് എക്സാമാണ്. മെയിൻസ് എക്സാമിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 പേപ്പറുകൾ ഉണ്ടാവും. 2 സെക്ഷനായിട്ടായിരിക്കും പരീക്ഷ വരുന്നത്. 100 മാർക്കിനുള്ള 2 ഒബ്ജക്റ്റീവ് പേപ്പേഴ്സ് ആയിരിക്കും. അതിൽ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് 100 മാർക്കിനുള്ള പേപ്പർ. എങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ളത് നോക്കാം. നമ്മുടെ പ്രിലിംസ് എക്സാമിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള സിലബസ് നമുക്ക് നോക്കിയാൽ അതിനകത്തുനിന്ന് കുറച്ച് മാറ്റങ്ങൾ വന്ന് അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും കുറച്ച് വ്യത്യാസം വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി അവിടെ 10 മാർക്കിനായിരുന്നു, ഇവിടെ 7 മാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. ജോഗ്രഫി 5 മാർക്കായിരുന്നു അല്ലേ? ജോഗ്രഫി ഇവിടെ 7 മാർക്കായിട്ട് മാറി. എക്കണോമിക്സ് എന്ന് പറയുന്നതിന് 5 ആയിരുന്നു, ഇവിടെ അത് 7 മാർക്കായിട്ട് മാറി. പിന്നുള്ളത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്രവും സാങ്കേതിക അങ്ങനെയൊരു സെക്ഷനായിരുന്നു പ്രിലിംസിന് വരുന്നത്.
മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ ലൈഫ് സയൻസ്, പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം അത് 7 മാർക്ക് വീതമുള്ള 3 സബ്ജക്റ്റായിട്ട് മാറുന്നു. ലൈഫ് സയൻസ്, പബ്ലിക് ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെ വരുന്നു. പിന്നീടുള്ളത് ആർട്ട് കൾച്ചറാണ്. പ്രിലിംസിൽ നമ്മൾ 10 മാർക്കിന് പഠിക്കുന്ന ഒരു ഭാഗമായിരുന്നു ആർട്ട് കൾച്ചർ എന്ന് പറയുന്നത്. അതിവിടെ 8 മാർക്കായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. പിന്നെയുള്ളത് സ്പോർട്സ് പ്രത്യേകമായിട്ട് അങ്ങ് മാറ്റി 3 മാർക്ക്. സ്പോർട്സ് ഒരു പ്രത്യേക സെക്ഷനായിട്ട് മാറ്റി 3 മാർക്കിനുള്ള സ്പോർട്സിൻ്റെ ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിന് ഇവിടെ 6 മാർക്കാണ് പറയുന്നത്. ഇവിടെ മാറ്റം വരുന്നത് മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്താണ്? സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി, റീസണിങ് അത് 15 മാർക്കായി. ഇംഗ്ലീഷും മലയാളവും 13 മാർക്ക് വീതമായിട്ട് കൊടുത്തു. അങ്ങനെ മൊത്തം പേപ്പർ 1ന് 100 മാർക്കിനുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻസിന് വരുന്ന പേപ്പർ 1ൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ സബ്ജക്റ്റുകളും എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വ്യത്യാസം വരുന്നത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇല്ല. അതിന് പകരം ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് എന്ന് മാറ്റി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു പേപ്പർ 1ൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് പേപ്പർ 1ൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത്രയും വ്യത്യാസങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് പേപ്പർ 1 PSC തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിയുള്ളത് പേപ്പർ 2 ആണ്. പേപ്പർ 2ൽ വരുന്നത് നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ പേപ്പർ 2ൽ വരുന്നത്. അവിടെയും 100 മാർക്കാണ്. ഓക്കെ. 100 മാർക്കാണ്. 1 മണിക്കൂർ 30 മിനിറ്റ് ഉള്ള 100 മാർക്കിൻ്റെ ഈ പറയുന്ന എക്സാം ആയിരിക്കും നമ്മുടെ പേപ്പർ 2ൽ വരുന്നത്. അതിൽ ആദ്യം വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൻ്റെ മെയിൻസിന് ഉണ്ടാകുമായിരിക്കും എന്നുള്ളത് നമ്മുടെ PSCക്ക് 2 പേപ്പറുകൾ വരും എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അവിടെ മൊഡ്യൂളുകളായിട്ടാണ് രണ്ടാമത്തെ പേപ്പർ തിരിച്ചിട്ടുള്ളത്. മൊഡ്യൂളുകളായിട്ട് തിരിച്ച് കൃത്യമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. 10 മാർക്കിനുള്ളതാണ്. പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സെക്ഷൻ. അതിൻ്റെ വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് PSC ചോദിക്കുന്നതെന്നും കൃത്യമായി ആ സിലബസിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അവിടെ 2 മൊഡ്യൂളിലാണ്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ മറ്റൊന്ന് അഡ്മിനിസ്ട്രേഷനും ഉണ്ട്, മാനേജ്മെൻറ്റും ഉണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻ്റ് ആണ്, 10 മാർക്ക്. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ 20 മാർക്കിനാണ് PSC പേപ്പർ 2ൽ ആദ്യത്തെ ഒരു മൊഡ്യൂളുകൾ വരുന്നത്. ഒന്നാമത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളും കൂടെ ചേർന്ന് 20 മാർക്കാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നീട് നമ്മുടെ പേപ്പർ 1നകത്തു നിന്ന് മാറ്റിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ സിവിക്സ്, ആ 2 ഭാഗങ്ങൾ പേപ്പർ 1ൽ നിന്ന് മാറ്റിയിട്ടുണ്ടല്ലോ പ്രിലിംസ് വ്യത്യാസമായിട്ട്. ഇവിടെ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 2ൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ മൊഡ്യൂൾ 3ഉം 4ഉമാണ് വരുന്നത്. 2 മൊഡ്യൂളുകളാണ്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറാണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന, അതായത് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന, നമ്മൾ ഓൾറെഡി പ്രിലിംസിൻ്റെ ഭാഗമായി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഒരു മെയിൻസ് എക്സാമിൻ്റെ ലെവലിൽ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് മൊഡ്യൂൾ 3ൽ വരുന്നത്. ഇനി മൊഡ്യൂൾ 4ലേക്ക് വരുമ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് 8 മാർക്കിനുള്ളൊരു ടോപ്പിക്കാണ്. അതായത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള റിലേഷൻസുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ലോക്കൽ ഗവൺമെൻറ് ഒക്കെ അടങ്ങുന്ന കാര്യങ്ങൾ പറയുന്നത് ഈ പറയുന്ന മൊഡ്യൂൾ 4ലാണ്. ഓക്കെ ആണല്ലോ. അപ്പം മൊഡ്യൂൾ 3ഉം മൊഡ്യൂൾ 4ഉം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ശരിക്കും പ്രിലിംസിൽ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? നമ്മുടെ പ്രിലിംസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും സിവിക്സ് എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന കുറച്ച് സെക്ഷൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നീട് ആഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ടോപ്പിക് ഏതാണ്? കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ്. കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് പുതിയതായിട്ട് ആഡ് ചെയ്തൊരു ടോപ്പിക്. അതിൽ മൊഡ്യൂൾ 5ലും കേരളത്തിൻ്റെ എക്കണോമി, കേരളാസ് എക്കണോമി എന്ന് പറയുന്നൊരു ടോപ്പിക് ആഡ് ചെയ്തു. മൊഡ്യൂൾ 5, ഓരോ മൊഡ്യൂളിൽ 5ാമത്തെ മൊഡ്യൂളിൽ ഇവിടെ 15 മാർക്കിനാണ്
കേരള എക്കണോമി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആഡ് ചെയ്തു. കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുമായി സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ഹെൽത്ത് സെക്ടർ, ടൂറിസം സെക്ടർ ഒക്കെ പഠിക്കണം. കേരള എക്കണോമിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ 15 മാർക്കിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 15 മാർക്കിന് വീണ്ടും അങ്ങനെ 30 മാർക്ക് ഈ കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് 30 മാർക്കിന് ഈ ഒരു ടോപ്പിക് വരുന്നുണ്ട് അല്ലേ. കേരള എക്കണോമി എന്ന് പറയുന്നത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് 15 മാർക്കിനുമായിട്ട് ഈ പറയുന്ന കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൻസ് എക്സാമിന് നമ്മൾ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കേരള മോഡൽ ഡെവലപ്മെന്റ് ഒക്കെ കൂടുതലായിട്ട് പഠിച്ചാൽ ഒരു 30 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എൻവയോൺമെന്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം പരിസ്ഥിതി, കാലാവസ്ഥ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമൊക്കെയായി ബന്ധപ്പെട്ടാണ് അടുത്തൊരു ടോപ്പിക്ക് വരുന്നത്. അതിൽ 7ാമത്തെ മൊഡ്യൂളിൽ എക്കോസിസ്റ്റം, ഇതും നമ്മൾ ശരിക്കും പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജിയിലൊരു ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും കേരള എൻവയോൺമെൻറ്റിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫുകളൊക്കെ, ഗ്ലോബൽ വാർമിംഗ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനിലെ മൊഡ്യൂൾ 7 വന്നിട്ടുള്ളത്. 10 മാർക്കിനുള്ള സെക്ഷനാണ്. അടുത്തത് മൊഡ്യൂൾ 8 ആണ്. അതായത് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഒക്കെയായി ബന്ധപ്പെട്ടുള്ളൊരു സെക്ഷനാണ്. 10 മാർക്കിന് മറ്റൊരു സെക്ഷൻ വന്നിട്ടുള്ളത് ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ NIDM, SDMA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പോർഷൻസ് ആഡ് ചെയ്തുകൊണ്ടാണ് മൊഡ്യൂൾ 8 10 മാർക്കിന് ഏത് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻവയോൺമെൻറ്റും ക്ലൈമറ്റ് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന 2 സെക്ഷനുകൾ നമ്മൾ കണ്ടു. 10 മാർക്ക് വീതമുള്ള 2 മൊഡ്യൂളുകളാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനിയുള്ളത് ഗവേണൻസുമായി ബന്ധപ്പെട്ടൊരു മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 9 അതും 10 മാർക്കിനാണ് PSC ആ ഒരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഗവേണൻസുമായി ബന്ധപ്പെട്ട ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ചലഞ്ചസ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആക്ട്, അതുപോലെ തന്നെ IT ആക്ടുകൾ 2000 ഒക്കെ IT ആക്ടുകളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഗവേണൻസിനെ ഒരു സെക്ഷനായിട്ട് തന്നെ ആഡ് ചെയ്ത്, ഒരു മൊഡ്യൂളായിട്ട് തന്നെ ആഡ് ചെയ്ത് 10 മാർക്കിനാണ് ആ ഒരു ടോപ്പിക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ടോപ്പിക്കുകൾ 9 മൊഡ്യൂളുകളായിട്ട് ഇത്രയും ടോപ്പിക്കുകളാണ് മെയിൻസിൻ്റെ പേപ്പർ 2 ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 2 പേപ്പറുകളാണ്. ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസ് എക്സാമിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് പുതിയ കുറച്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രിക്ക് ആഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പേപ്പർ. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ കേരള എക്കണോമി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 30 മാർക്കിനാണ് കേരള എക്കണോമിയെക്കുറിച്ച് പറയുന്നത്. പിന്നുള്ളത് നമ്മുടെ കാലാവസ്ഥ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റുമായി റിലേറ്റ് ചെയ്യുന്നത്, ഗവേണൻസ് ഉൾപ്പെടെ പേപ്പർ 2 100 മാർക്കിന്. ഇങ്ങനെ 100 മാർക്കിനുള്ള 2 ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പറുകളായിരിക്കും നമ്മുടെ മെയിൻസിന് പ്രതീക്ഷിക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ മെയിൻസ് പാസ്സായ ശേഷമായിരിക്കും നമ്മുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത്. 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂസ്. അങ്ങനെ മെയിൻസിൻ്റെ 200 മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ 20 മാർക്കും കൂടെ ചേർന്നുകൊണ്ട് ആ ഒരു മാർക്കിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ പുറത്തേക്ക് വരുന്ന റാങ്ക് ലിസ്റ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് അങ്ങനെയായിരിക്കും പുറത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ നിലവിലത്തെ വന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടുന്ന അസിസ്റ്റൻ്റ് ഓഡിറ്റർ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. പ്രിലിംസ്, മെയിൻസിൻ്റെ 2 പേപ്പറുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഇൻ്റർവ്യൂവും കൂടെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ലിസ്റ്റ് പുറത്തേക്ക് വരും. നിലവിൽ 419 പേരാണ് കഴിഞ്ഞ ലിസ്റ്റ് പ്രകാരം ഇതുവരെ അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുള്ളത്. 2026 ഏപ്രിൽ വരെയുള്ള കാലാവധി ആ ഒരു ലിസ്റ്റിനുണ്ട്. അപ്പോൾ 419 എന്ന് പറയുന്ന കണക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റ് തീരുമ്പോൾ എപ്പോഴാണോ അപ്പോൾ തന്നെ നമ്മുടെ ഈ പുതിയ 2025 നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ലിസ്റ്റ് വരും. സോ നന്നായി പഠിക്കുക, നന്നായി ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക.